ഗംഭീരമാവട്ടെ. അതെ, കൊട്ടിക്കയറട്ടെ പൂരം. ഇങ്ങനെ പൂരം കൊട്ടിക്കയറുന്നതിന്റെ പല കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇടങ്ങളിൽ നിന്ന് ചെറുപൂരങ്ങൾ വരുന്നു, ചെറുപൂരത്തിന്റെ കൂടെ ദേശത്തെ ആളുകൾ വരുന്നു. എല്ലാവരും വടക്കുംനാഥന്റെ മുൻപിലേക്ക് എത്തി ഇങ്ങനെ നിറയുന്ന കാഴ്ച. പൂരം പെയ്ത് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഓരോ മിനിറ്റിലും ആവേശമാണ്. അതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊട്ടിക്കയറുന്ന ഈ പൂരത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇതിങ്ങനെ നൽകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും. ഞാനവിടെ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു അമ്മ വന്നിട്ട് നമ്മുടെ ഈ പാട്ട് പാടിയില്ലേ, ആ സമയത്ത് ഇങ്ങനെ താളം പിടിച്ച് രസിക്കുകയായിരുന്നു. തൃശ്ശൂർക്കാരുടെ ഒരു വലിയ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ താളം മുറുകി കഴിഞ്ഞു ഒരാള് അപ്പൂപ്പനെ പിടിച്ച് തള്ളുന്നുണ്ട്. രണ്ടുപേരുടെ പൂരം കാണാൻ ഇറങ്ങിയതാ. ആനയെ കാണണ്ടേ? ആന വരുന്നുണ്ട്. ആണോ? ആനയെ കാണാണ്ട് പിണങ്ങിയതാണോ? ഇവിടെ ഉണ്ട് ആന. ഇങ്ങോട്ട് നോക്ക്, കാണിച്ചു തരാം. എന്താ പേരെന്താ കണ്ടേ? അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ അല്ലേ? എല്ലാ പൂരം കാണാറില്ലേ? എങ്ങനെയുണ്ട്? ഗംഭീരമാണോ പുത്തവണോ? പിന്നെ അടിപൊളി. ഇങ്ങനെ ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പ അല്ലേ? ഒരു കൊല്ലത്തിന് ഇതിനെ തയ്യാറെടുപ്പാ. അപ്പൊ നടക്കട്ടെ കൊച്ചുമോനെ. അപ്പോൾ അങ്ങനെ പൂരത്തിന്റെ ആഘോഷ കാഴ്ചകളിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നു. ആനയെ കാണാൻ വരുന്നു, വെടിക്കെട്ട് കാണാൻ വരുന്നു, കുടമാറ്റം കാണാൻ വരുന്നവർ. നേരത്തെ വാസവ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഏതെടുത്താലും ഒന്നിനൊന്നും മെച്ചമാണ്. ഏത് ഇഷ്ടമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എല്ലാം ഒരുപോലെ മികച്ചത്. അതാണ് ഈ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അച്ഛനെയാണ് അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിക്കാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പൂരത്തിന്റെ ഏത് ചടങ്ങാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് തൃശ്ശൂരുകാരോട് ചോദിക്കാൻ പാടില്ല എന്നാണ് തൃശ്ശൂരുകാർ ഓരോരുത്തരും പറയുന്നത്. കാരണം അതിന്റെ പ്രത്യേകതകൾ ഓരോന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടിരുന്നു. ഇങ്ങോട്ട് വന്നമ്മ. തൃശ്ശൂര് എന്നുള്ള പാട്ട് കേൾക്കണമെങ്കിൽ തുള്ളാൻ തുടങ്ങിയല്ലോ. ആദ്യമായിട്ടാണ് ഞങ്ങള് തൃശ്ശൂർ പൂരത്തിന് വരുന്നത്. ചേച്ചിക്കാരനാണ് ഞാൻ വന്നത്. ഇവിടെ അടുത്ത് തന്നെ പൊറനാട്ടുകാരെയാണ്. എന്നിട്ടെന്താ ഇതുവരെ വരാത്തെ? ഞങ്ങൾ 3-4 വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് സെറ്റിലായിട്ട്. വേറെ പുറത്തായിരുന്നു അല്ലേ? രാവിലെ വരാറുണ്ട്, പക്ഷെ തൊഴുത് പോവാറ പതിവ്. മോൻ കാരനാണ് ആനയെ കാണാൻ വന്ന മോൻ. ചേച്ചിക്കാരനാ ഞാനും വന്നേ. അപ്പം ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് പറയണ്ടേ? വന്നിട്ട് എങ്ങനെയുണ്ട്? നന്നായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന വിചാരിച്ചു. നേരത്തെ വരണമായിരുന്നു. അതന്നെ വൈകിപ്പോയി. ആ സാരമില്ല. ഓരോ പൂരവും പുതിയതാണെന്നാ പറയുന്നത്. പുതിയ കാഴ്ചകൾ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു. ഓ, അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നല്ലേ ഒരു ഗംഭീരമായിട്ട് പൂരം കൊണ്ടാടുക. ഇത്തവണ ഒരു കാഴ്ചകളും മിസ്സാക്കണ്ട. എല്ലാം നന്നായിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച് മനസ്സിലേക്ക് എടുത്തന്നെ അങ്ങനെ പോവാം. എല്ലാം കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ. ടിക്കറ്റും കഴിഞ്ഞ് നാളെ ഉപചാരം ചൊല്ലിട്ട് പോയാൽ രാവിലെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകണം. അത്രേ ഉണ്ടാവും. ഓക്കെ, സന്തോഷം. ചേച്ചി എവിടുന്നാ? കണ്ണൂരിന്നാ പൂരം കാണാൻ വന്നേക്കുന്ന. എന്നാ പേരെന്നാ? നിർമ്മല. എപ്പോ എത്തി? രാവിലെ എത്തി. എന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ വന്ന് പൂരപ്പറമ്പിൽ കയറിയപ്പോ? നടന്നൊക്കെ എത്തി. ഇവിടെ എങ്ങനെയുണ്ട്? ഇന്നലെ മിനിഞ്ഞാന്ന് വന്നു. നല്ല രസമുണ്ടല്ലേ? എന്താണ് ഇഷ്ടം? വെടിക്കെട്ടാണോ, മേളമാണോ, ആന? എല്ലാം ഇഷ്ടം. ഒന്നിനും ഡാൻസ്, പാട്ട് എല്ലാം ഇഷ്ടം. ഇത് ആദ്യമായിട്ട് വരുന്ന. ഇങ്ങനെ എല്ലാ തവണ TV കാണുമ്പോൾ ഓർക്കാറുണ്ട്. ഇത്തവണ രണ്ടും കൽപ്പിച്ചു പോന്നു. സന്തോഷമായി. എന്റെ മക്കൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ടോ? അയർലൻഡിലാ.